വഖദ് ഖാബ മൻ ദസാഹാ. പഠിച്ചുകൊള്ളുക ചെറുപ്പക്കാരാ, അറിഞ്ഞുകൊള്ളുക ചെറുപ്പക്കാരാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയത്തെ ഭംഗിയാക്കിയവൻ വിജയിച്ചിരിക്കുകയാ. അവൻ മരണപ്പെടുമ്പോ അവന്റെ മുഖം പ്രകാശിക്കുന്നതാ, അവന്റെ ഖബർ വിശാലമാക്കുന്നതാ, അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുകൾ ഇറങ്ങി വരുന്നതാ. അവൻ ആഖിറലോകത്ത് ഫരീഖുൻ ഫിൽ ജന്ന എന്ന സ്വർഗ്ഗത്തിന്റെ വിഭാഗത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാ. ആരെയാണ് ആരെയാണ് ആരെയാണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഹൃദയത്തെ പരിശുദ്ധമാക്കിയവനാണ്. മസിൽ പവർ കൂട്ടാൻ ഉറക്കമിടുന്ന കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ. ജിമ്മിന്റെ പോയിട്ട് മസിൽ ഓടിയോ എന്നറിയാ. മരുന്നടിച്ചുകൊണ്ട് ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ. അത് വേണ്ടെന്ന് സാധുവാകവി പറയില്ല. ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിന് അന്യമല്ല ചെറുപ്പക്കാരാ. പക്ഷെ ആദ്യം നീ പരിശോധിക്കേണ്ടതിന്റെ മനസ്സിനെയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ നിന്റെ തല നന്നാക്കുന്നതിന് മുമ്പ്, നിന്റെ ശരീരം മേലിയഴക് കൂട്ടുന്നതിന് മുമ്പ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കിക്കോ. വഖദ് ഖാബ മൻ ദസാഹാ. എത്ര പ്രസംഗിച്ചാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സ്വരക്ക ചെയ്താലും, എത്ര റമദാൻ പൊട്ടിക്കരഞ്ഞു പോയാലും നിന്റെ മനസ്സ് ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോയി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ. ആദ്യം നന്നാക്കേണ്ടത് മനസ്സിനെയാണ്. നിന്റെ മനസ്സിനെ എങ്ങനെയാ നന്നാക്കേണ്ടത്? എങ്ങനെയാ മനസ്സിനെ നന്നാക്കുന്നത്? സഹോദരിമാരെ, മനസ്സിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് പുറത്ത് കളയണം. 1 അസൂയ, 2 അത്യാഗ്രഹം, 3 കുശുമ്പ്, 4 അഹങ്കാരം, 5 ആർത്തി. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ? വളരെ കുറവാണ്. ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ? പെരുന്നാളിന്റെ അന്ന് വിലപിടിപ്പുള്ള ഒരു പർദ, വിലപിടിപ്പുള്ള ഒരു സാരി ഏതെങ്കിലും ഒരു പെണ്ണെടുത്തു പോയാൽ അയൽവാസിയായ സഹോദരി അപ്പുറത്തെ സൂറ ചോദിക്കും, എടീ ആയിഷ നീ കണ്ടോ ആരിഫ എടുത്ത സാരി കണ്ടായിരുന്നു? നമുക്ക് കാണണ്ടേ. എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാ അല്ലേ? നമുക്കൊന്നും എടുക്കാനൊന്നും വേറെ ആരുമില്ലേ എന്ന് പറഞ്ഞ് അസൂയ കൊണ്ട് പറയാം മനസ്സ്. പക്ഷെ റമദാനം പൊത്തനുസ്കരിച്ച് തഴമ്പതാ ഇവിടെ വന്ന് പിറപിട നോക്കിയാൽ മതി. നിസ്കാര പിന്നെ പായുടെ പകുതി പൊളി ഇപ്പോഴും ഒട്ടി നെറ്റിയിരിക്കുക. അത്രയ്ക്ക് സുരുതി കിടന്ന് നിലവിളിയായിരുന്നു. പക്ഷെ അസൂയ മാറിയോ? അതുകൊണ്ട് നിന്റെ ഇബാദത്ത് പടച്ചവന്റെ അടുത്ത് ആവശ്യമില്ല. എത്രയോ ചെറുപ്പക്കാർ തസ്ബീഹുമാല കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും. അല്ലാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും. പറയുന്നത് മുഴുവനും ഫസാദ്. ഈ റമദാനിന്റെ പകുതി കൂടുതൽ നോമ്പും സരിത കൊണ്ടുപോയി, ശാലുമേനും കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴും പാപ്പാരി ചോദിക്കും, നീ സരിതയെ കണ്ടായിരുന്നോ? എങ്ങനെ വിളിക്കാതിരിക്കൂടെ? ചോദിക്ക, നോമ്പ് തുറക്കുക. ആഹുവേ പടച്ചവരെ, സൗദി അറേബ്യയുടെ കാരയ്ക്ക് കൊണ്ട് മുറിക്കുമ്പോഴും സരിതയ്ക്കാ കൊടുക്കുന്ന ഫസ്റ്റ്. കൊണ്ടുപോയില്ലേ പകുതിയിൽ കൂടുതൽ? റമദാനും പെരുന്നാളും ഒക്കെ ആ രീതിയിലൂടെ നശിപ്പിച്ചില്ലേ? പോട്ടെ, രാഷ്ട്രീയ ചർച്ചകൾ പോട്ടെ, ബാക്കിയുള്ള നമ്മുടെ നാടൻ ചർച്ചകളിലേക്ക് വന്നാൽ അയൽവാസികളെ കുറിച്ച് 10 വർത്തമാനം പറയാറ് ഉറക്കം വരുവോ പെങ്ങളെ? നാട്ടിലുള്ളവരെ കുറിച്ച് 10 പറയാറ് സമാധാനമുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സ് നന്നാക്കുക. എല്ലാ ദുർഗുണങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. അൽ ഹസദു യഅകുലുൽ ഹസന കമാ തഅകുലുൻ നാറുൽ ഹത്തബ. തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നിന്റെ നന്മകളെ മുഴുവനും തിന്നു തീർക്കുന്നതാ. റമദാൻ 29 രാത്രിയും പകലുമായി പൊട്ടിക്കിടന്നു പോയ നിന്റെ നന്മകളെ മുഴുവനും നിന്റെ മനസ്സിൽ വന്ന അസൂയ ഇല്ലേ? അയൽവാസിക്ക് പെരുന്നാളിന് കിട്ടിയ സമ്മാനം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? പണം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? വീട് കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? അത് കാണുമ്പോ അതോടുകൂടി സർവ്വതും നശിച്ചു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി സുൽഫി വന്നിരി അന്റെ കസലെടുത്തോട് വള്ളക്കടവിലെ ഉണ്ടാക്കി വന്നിരിക്കുക. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നൊരു വീട് വെച്ചു. 2 കൊല്ലം നിന്നു. നാട്ടിൽ വന്നൊരു വീട് വെച്ചു. വീട് വെച്ചാൽ എന്താ മൊത്തം പറയുന്നത്? നാട്ടിലെ ചർച്ച. പെരുങ്കുളത്തുള്ളവരൊക്കെ പറയും, എടാ മറ്റേ സുധീർ 2 വർഷം പോയി അടിപൊളി വീട് വെച്ചതാ. ഏറെ അറബിയെ പറ്റിച്ച് എത്തിക്കാനാക്കിട്ട് വന്നതാണ്, അല്ലാതെ അവനെവിടെ നിന്ന് പൈസ?
അവന് മാത്രം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയോ ഉണ്ടാവില്ല. യുവമാര് പോയി കഴിഞ്ഞാണ്ടല്ലോ അള്ളാഹുവേ അവസരം കൊടുക്കണം. അവസരം കക്കാനും നക്കാനും ഒരു അവസരം കിട്ടിയാൽ ആരാണ് മാറി നിൽക്കുന്നത്? സഹോദരൻ, ആരാ മാറി നിൽക്കുന്നത്? എല്ലാവരും മുമ്പന്തി തന്നെ നിൽക്കും. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് കണ്ട് മാറിയിരുന്നു കൊണ്ട് ഈ അസൂയയും കുശുമ്പും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും, അന്നേ നമ്മുടെ യുവതലമുറ നന്നാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബികൾ ഇരിക്കുന്ന സരസിൽ പറയുകയാ, അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നൊരു അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്. 300 സ്വഭാവ ഗുണങ്ങൾ. ആ 300 സ്വഭാവ ഗുണങ്ങൾ ഏതെങ്കിലും ഒന്നൊരു അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. പെരുങ്കുളത്ത് വന്നിരിക്കുന്നവരെ ഇവിടുത്തെ സംഘാടകരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പൈസ പിരിക്കാൻ കൊണ്ടുവന്നതല്ല, 2 മണിക്കൂർ നമ്മുടെ നാട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. റമളാനിൽ പോലും കണ്ടുകൊടുത്ത ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാ ഉസ്താദേ. റമളാനിൽ പോലും രാത്രിയാകുമ്പോ സീല് കണ്ട വീടുകൾ ആ തിങ്ങലിന്റെ ഈ പെരുങ്കുളത്തിന്റെ ആലങ്കോടിന്റെ പരിസരത്ത് നിങ്ങൾ കണ്ടതാ ഉസ്താദേ. അതുകൊണ്ട് സങ്കടത്തോടുകൂടി പറയുകയാ, ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾ പിരിച്ചു തരണ്ട, ഒരു 2 മണിക്കൂർ അവരുടെ ഗൗരവങ്ങൾ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുകയാ, എന്തെങ്കിലും സാമ്പത്തികത്തിന്റെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, സഹായിക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അവർക്ക് ഞങ്ങളത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കുടുംബ ജീവിതത്തിലുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കും സാറേ എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സദസ്സിൽ വന്നിരിക്കുന്നവരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ 300 സ്വഭാവ ഗുണത്തിലൊന്നെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവോ? വില കൂടിയ മർദ്ദ കൊണ്ട് തലമറയ്ക്കുന്ന പെണ്ണ്, വില കൂടിയ മർദ്ദ കൊണ്ട് ശരീരം മറക്കുന്ന പെണ്ണ്, വില കൂടിയ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ 300 സ്വഭാവ ഗുണത്തിൽ ഒന്നെങ്കിലും നമുക്ക് കിട്ടിപ്പോയാ സ്വർഗ്ഗമുറപ്പാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറയല്ലേ ചെറുപ്പക്കാരാ, നമുക്കെന്തേ കൊടുക്കാറുള്ളൂ? ഇത് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ? അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം പറഞ്ഞില്ലേ, അള്ളാഹു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അബൂബക്കറേ നിന്നെയാണ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. 1.25 ലക്ഷത്തോളം സഹാബികൾ ഉണ്ടായിരുന്നല്ലോ മദീനത്ത് മക്കത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് കിടക്കാനുള്ള ഒന്നാമത്തെ ഭാഗ്യം അല്ലാഹു കൊടുത്തതാർക്കാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തർബിയത്ത് മുടക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ആ 300 സ്വഭാവ ഗുണത്തിൽ ഒന്നെങ്കിലും എനിക്കുണ്ടോ നബിയേ? അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊന്നെങ്കിലും അള്ളാഹുവിന്റെ റസൂലേ എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുത്താഹ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂബക്കറേ ആ 300 സ്വഭാവ ഗുണവും അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ട് അബൂബക്കറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നിങ്ങളുടെ സലാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. 300 സ്വഭാവ ഗുണവും അബൂബക്കറേ അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട് അബൂബക്കറേ. സുമ്മാനാണോ 10 പേർക്ക് സ്വർഗ്ഗം അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ വെച്ച് പറഞ്ഞപ്പോ അതിലൊന്നാമത്തെ ആള് അന്ത ഫിൽ ജന്നയാ അബൂബക്കർ സിദ്ദീഖ്, നീയാണ് ഒന്നാമത്തെ ആളെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വെറുതെയാണോ? 300 സ്വഭാവ ഗുണങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ചെറുപ്പക്കാരാ, മക്കത്ത് പോയാ പോരടാ, മദീനത്ത് പോയാ പോരടാ, റമളാനിൽ പൊട്ടിക്കരന്ന് പോരടാ, പെരുന്നാളിന്റെ കൂട്ടുകാരുമൊത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ഖബർ സിയാറത്ത് നടത്തി ഞാൻ ദീനീ ചൈതന്യമുള്ളവനാണെന്ന് വീമ്പിളക്കിയാ പോരടാ. നിന്റെ ഹൃദയമൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ. അതിന്റെ അകത്ത് എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം
എന്ന് പുറത്തേക്ക് വലിച്ചെറിയുക. ഈ പെരുങ്കുളത്തിന്റെ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരുന്നിട്ട് ആ ഹൃദയമൊന്ന് തുറക്കണം ചെറുപ്പക്കാരാ. അതിന്റെ മനസ്സിന്റെ അകത്തുള്ള അസൂയ വലിച്ചെറിയുക, അഹങ്കാരം വലിച്ചെറിയുക, വൃത്തികേടുകൾ വലിച്ചെറിയുക, സാധ്യങ്ങൾ വലിച്ചെറിയുക, ദേഷ്യങ്ങൾ വലിച്ചെറിയുക, ഹറാമിയത്തിന്റെ മുഴുവൻ കൂത്തരങ്ങളും കബറടക്കുക. എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വലിയ എളുപ്പമാണ്, അപ്രകാരം തന്നെ നരകം വലിയ എളുപ്പമാണ്. നാവ് കൊണ്ട് ഭർത്താവിനെ ഉപദ്രവിക്കുന്നില്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ, മനസ്സിന്റെ അകത്ത് അസൂയയില്ലേ, എത്ര വലിയ പർദ്ദയിട്ടാലും പെരുങ്കുളത്തെ പെണ്ണേ, നിന്റെ മനസ്സാണ് പടച്ചോ നോക്കുന്നത്. പെങ്ങളെ, ആ മനസ്സിന്റെ അകത്ത് വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞു പോയാൽ നിന്റെ തസ്ബീഹ് പടച്ചോന് വേണ്ട, നിന്റെ തക്ബീർ പടച്ചോന് വേണ്ട, നിന്റെ തഖ്ദീസ് പടച്ചോന് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നിയ്യത്ത് ചെയ്യണം ചെറുപ്പക്കാരാ. മരിക്കുന്നത് വരെ പെണ്ണിന് വേണ്ടി, കല്ലിന് വേണ്ടി, കഞ്ചാവിന് വേണ്ടി, ഹറാമിന് വേണ്ടി എന്റെ ശരീരം ഞാൻ കൊടുക്കൂല അല്ലാ എന്ന് തീരുമാനിക്കണം ചെറുപ്പക്കാരാ. സർവ്വ തിന്മകളും കടന്നു വരുന്ന ഹൃദയത്തെ ഈമാനിന്റെ താക്കോല് കൊണ്ട് പൂട്ടിയിടുക. പിശാചിന് കടക്കാൻ കഴിയില്ല, ഇബ്ലീസിന് കടക്കാൻ കഴിയില്ല, ഒരു ഹറാമിയത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ഞാൻ കറകളെന്ന വിശ്വാസിയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ എന്റെ ഹൃദയം അങ്ങ് കിടുകിടാ വിറയ്ക്കുമെന്ന് പറയാ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കണമെന്ന് മാത്രമല്ല, ആ ഹൃദയം അങ്ങ് വിറയ്ക്കണം ചെറുപ്പക്കാരാ. ഷാറുബാഹയുടെ പ്രസംഗത്തിന്റെ സരസിൽ വന്നിരുന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് ഞാൻ അങ്ങനെയാകുമല്ലോ, ഇത് ഞാൻ അങ്ങനെ തീരുമാനിക്കുമല്ലോ എന്ന് പറഞ്ഞ് കണ്ണെടുക്കാതെ കാതെടുക്കാതെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന് അവസാനം വീട്ടിന്റെ കത്തവത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഹറാമുകൾ ചെയ്യുന്ന, നിസ്കാരങ്ങളെ കളാക്കുന്ന, മോശമായ സംഭാഷണങ്ങൾ നടത്തുന്ന ഒരവസ്ഥ നിനക്ക് സംസാരമായി പോയാൽ ഒരിക്കലും രക്ഷപ്പെടൂല ചെറുപ്പക്കാരാ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മനസ്സിന്റെ ദുർഗുണങ്ങളെ കബറടക്കുക.